എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ. അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ, പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായി. സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദി ടേബിൾ. കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് തനിക്കൊപ്പം അഭിനയിച്ച ഒരു നടനെതിരെ രംഗത്തെത്തുന്നത്. തനിക്കൊപ്പം അയാൾ അഭിനയിച്ചിരുന്നപ്പോൾ ആ സിനിമാ സെറ്റിൽ വെച്ച് വളരെ മോശമായ അനുഭവം തനിക്ക് മാത്രമല്ല തന്റെ സഹപ്രവർത്തകയ്ക്കും നേരിടേണ്ടി വന്നു. അയാൾ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് ഒരു വെളുത്ത പൗഡർ തുപ്പി എന്നൊക്കെയാണ് നടി പറയുന്നത്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി വായുമടച്ച് പല നടിമാരും മിണ്ടാതിരിക്കുമ്പോൾ തനിക്കിത് പറയേണ്ടി വരുന്നു എന്ന് കൃത്യമായി ഈ നടി പറയുന്നുണ്ട്. അതായത് തനിക്ക് ഇനി അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, താൻ ഇത് പറയും, താൻ സിനിമയെ ശരണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു നടിയല്ല എന്ന് വളരെ കൃത്യമായി നടി വിൻസി അലോഷ്യസ് പറയുന്നുണ്ട്. ആദ്യം ഒരു പൊതുപരിപാടിയിലാണ് നടി ഇക്കാര്യം പറയുന്നത്. അന്നത് വാർത്തയായപ്പോൾ ഇതിന് പിന്നാലെ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ പലതരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ഇതോടുകൂടിയാണ് നടി വിൻസി അലോഷ്യസ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് താൻ നേരിട്ട ദുരനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. ഈ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ അവരെ അനുകൂലിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. എങ്കിൽ പോലും എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു നടൻ ആരാണ് എന്ന് പറയാത്തത്? ഏത് നടനാണ് നിങ്ങളോട് ഇത്രയും മോശമായി പെരുമാറിയത്? നിങ്ങൾ എന്തിനാണ് അയാൾ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇത്തരക്കാർക്കൊപ്പം അഭിനയിക്കില്ല എന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് ആ നടന്റെ പേര് പറഞ്ഞുകൂടാ? ആദ്യം നമുക്ക് ഈ നടി അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഏതാണ് എന്ന് പരിശോധിക്കാം. സൗദി വെള്ളയ്ക്ക, ജനഗണമന, വികൃതി, കനകം കാമിനി കലഹം, ഭീമന്റെ വഴി, റൈഫിൾ ക്ലബ്ബ്, പത്മിനി, സോളമന്റെ തേനീച്ചകൾ, പഴഞ്ചൻ പ്രണയം, രേഖ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി എന്ന് പറഞ്ഞാൽ എണ്ണം അറ്റ സിനിമകൾ എന്നല്ല, പക്ഷെ കയ്യിൽ ഒതുങ്ങുന്ന എന്നാൽ വളരെ നല്ല കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് വിൻസി അലോഷ്യസ്. അവരുടെ കാലിബർ എന്താണ് എന്ന് സിനിമ ആസ്വാദകർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു നടി തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ, നിവിൻ പോളി, ജോജു, സുരാജ് വെഞ്ഞാറമൂട്, സൗബിൻ ഷാഹിർ, അങ്ങനെ നിരവധി നടന്മാർ ഇവർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് നടനെ ഉദ്ദേശിച്ചിട്ടാണ് നടി വിൻസി അലോഷ്യസ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സിനിമാക്കാരാകുമ്പോൾ മാത്രം പ്രമുഖർ, സാധാരണക്കാരാണ് എങ്കിൽ അവരുടെ പേരും മേൽവിലാസവും ജാതകവും അടക്കം മാധ്യമങ്ങളിൽ വരും, വാർത്തയാകും. ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടി നടത്തുമ്പോൾ ആ നടന്റെ പേര് പറയാതിരുന്നാൽ തീർച്ചയായും നിരപരാധികളായ നടന്മാർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് നിരപരാധികളായ നിരവധി നടന്മാരാണ് കടുത്ത സൈബർ ആക്രമണത്തിന് വിധേയരായത്. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കമന്റ് ബോക്സ് നോക്കിയാൽ നമ്മുടെ കണ്ണു കളിപ്പും. അമ്മാതിരി തെറിവിളിയായിരുന്നു. തനിക്കൊരു സിനിമ ഇനി കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് ധൈര്യം കാണിക്കുന്ന ഒരു നടിക്ക് എന്തുകൊണ്ടാണ് ആ നടന്റെ പേര് പറയാൻ ഇത്രയും ഒരു പേടി എന്ന് പറയുന്നത്? മാധ്യമപ്രവർത്തകരോട് സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ട ആവശ്യമില്ല. പോലീസിന്റെ സഹായം തേടാം, ഒരു പരാതി നൽകാം. അതായത് സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാർ ഇപ്പോഴും ഉണ്ട്. സിനിമാ സെറ്റുകളിൽ അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്ന സാഹചര്യത്തിലാണ് നടി വിൻസി അലോഷ്യസ് ഒരു പരാതി നൽകിയാൽ കൃത്യമായ അന്വേഷണം നടന്നേ പറ്റൂ. ഏത് നടനാണോ നടനെതിരെ നടപടി ഉണ്ടാകണം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു സ്ത്രീയെ പോലീസ് പിടികൂടുന്നത്, ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്നത്. ഇവരുടെ പ്രാഥമികമായ മൊഴിയിൽ തന്നെ 2 നടന്മാരുടെ പേരുകൾ ഉണ്ടായിരുന്നു. ആ നടന്മാർക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല. പലരും വലിയ ഹീറോയിനും ഹീറോസും ഒക്കെ ആയി കഴിയുമ്പോൾ പണ്ട് തുടക്കകാലത്ത് എനിക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിട്ടു, ഞാൻ ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. 2 ദിവസം കൊണ്ട് ചാനലുകളിലൊക്കെ തന്നെ ചർച്ചയാണ്, രാത്രി ചർച്ച അടക്കമുണ്ട്. അപ്പോഴും നടി മൗനം പാലിക്കുന്നുണ്ട്. നടിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പല നടന്മാർക്കെതിരെയും ഇത് അയാളാണോ, ഇനി ഇയാളാണോ മോശമായി പെരുമാറിയത് എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പോഴും ആരാണ് എന്ന് നടി പറയാതിരിക്കുന്ന സമയത്ത് തന്നെ നടൻ ഷൈൻ ടോം ചാക്കോ ഏറിലേക്ക് കയറി പോകുന്നുണ്ട്. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ഈ നടി ഒരു സിനിമയിൽ അഭിനയിച്ചു. മിൻസി പ്രധാന വേഷത്തിലെത്തുന്ന സൂത്രവാക്യം എന്ന പുതിയ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയും ദീപക് പറമ്പോലുമാണ് നായകന്മാരായി എത്തുന്നത്. അതുകൊണ്ട്
വിൻസി പറഞ്ഞ ആ നടൻ ഷൈനാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. മറ്റ് സിനിമയിലെ അണിയറ പ്രവർത്തകർക്കും നായികമാർക്കും നടന്മാർക്കും ഒക്കെ ഒരു തീരുമാനമെടുക്കാം. ഇങ്ങനെ കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അഭിനയിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം ഇവർ എടുക്കണമെങ്കിൽ നടി വിൻസി അലോഷ്യസ് കാര്യങ്ങൾ തുറന്നു പറയണം.